ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ചെങ്കോൽ എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇത് 1993 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ്. കഥ, തിരക്കഥ, സംഭാഷണം AK ലോഹിതദാസ് നിർവഹിച്ചിരിക്കുന്നു. സംവിധാനം സിബി മലയിൽ. 1989 പുറത്തിറങ്ങിയ കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ചെങ്കോൽ. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ. അതിമനോഹരമായ സംഗീതമാണ്. സംഗീത ആസ്വാദകരെ എന്നും അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ഗാനങ്ങളാണിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനരചന നമ്മുടെ പ്രിയ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ മോഹൻലാൽ, സേതുമാധവൻ, തിലകൻ അച്യുതൻ നായർ, കവിയൂർ പൊന്നമ്മ, അമ്മു, കീരിക്കാടൻ ജോസ്, കൊച്ചിൻ ഹനീഫ, ഹൈദ്രോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. മണിയൻപിള്ള രാജു തുടങ്ങിയ, ഷമ്മി തിലകൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണിതിൽ അണിനിരക്കുന്നത്. അഭിനയം കൊണ്ടും ഇതിലെ ഛായാഗ്രഹണം കൊണ്ടും ഗാനരചന കൊണ്ടും എല്ലാം എന്നെന്നും മികവ് പുലർത്തുന്ന ഒരു ചലച്ചിത്രമാണ് ചെങ്കോൽ. ഇത് കിരീടത്തിൻ്റെ രണ്ടാം ഭാഗം. കിരീടവും ചെങ്കോലും രണ്ടും അതിമനോഹരമായ ഒരു കാൽപ്പനിക, അതായത് എല്ലാം നർമ്മവും കോമഡിയും അതുപോലെ തന്നെ സ്നേഹം, പ്രണയം, ഇതെല്ലാം, പ്രണയരംഗങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തകർച്ച, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു മഹത്തായ ചലച്ചിത്രമാണ് ചെങ്കോൽ. കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന് പറയുമ്പോൾ കിരീടമാണോ മികച്ചത്, ചെങ്കോലാണോ മികച്ചത് എന്ന് നമ്മൾ ഞാൻ ഇതിൻ്റെ പ്രേക്ഷകർക്കായിട്ട് വിട്ടുതരുന്നു. ഏതാണ് നല്ലത്? കിരീടമാണോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതോ ചെങ്കോലാണോ? ഏതാണ് മികച്ച ചലച്ചിത്രം എന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും ഇഷ്ടമുള്ളവർ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്നും അത് എന്താണ് കാരണം എന്നുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, ചിത്ര, സുജാത മോഹൻ തുടങ്ങിയ ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. മധുരം, ജീവാമൃത ബിന്ദു, പാതിര പാൽക്കടവിൽ തുടങ്ങിയ ഗാനങ്ങൾ എന്നെന്നും മലയാള ചലച്ചിത്രത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയാണ് ഇതിലെ മികച്ച ഗാനങ്ങൾ. ഇതിൽ സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ, അതായത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കീരിക്കാടൻ ജോസിന് കുത്തേറ്റ് മരിക്കുന്നത്. അതിനുശേഷം 7 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം സേതുമാധവൻ പുറത്തിറങ്ങുമ്പോഴുള്ള സമൂഹത്തിന് അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാട്, അതായത് ഒരു കുറ്റവാളിയെ, നല്ലൊരു മനുഷ്യനെ എങ്ങനെ കുറ്റവാളിയാക്കാം, കുറ്റവാളിയായി കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ശിക്ഷയ്ക്കൊരു പരിസമാപ്തിയായി ചെയ്ത തെറ്റിന്. അപ്പോൾ എന്നിരുന്നാൽ പോലും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന, അതായത് കുറ്റവാളികളെ സമൂഹം പിന്നെയും കുറ്റവാളികളായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണ് ഈ സിനിമയിൽ കാണുന്നത്. അതുപോലെ തന്നെ മകനെ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് കാണുവാൻ
ഏറ്റവും ആഗ്രഹിച്ച ആളായിരുന്നു കോൺസ്റ്റബിൾ അച്യുതൻ നായർ. അദ്ദേഹം മകൻ ജയിലിൽ പോയപ്പോൾ കടുത്ത ദുഃഖവും നിരാശയും മൂലം വലിയ മദ്യപാനിയായി മാറുകയും കുടുംബം തകരുകയും അതുപോലെ തന്നെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി മകളെ വേശ്യാവൃത്തി ക്ക് അച്ഛൻ തന്നെ മുൻകൈയെടുത്തിട്ട് പിമ്പായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. ഇതറിഞ്ഞ മകൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. ഇതിനിടയിൽ കീരിക്കാടൻ ജോസിൻ്റെ സഹോദരങ്ങൾ സേതുമാധവനെ പല വിധത്തിൽ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ പോലീസ് പുതിയതായിട്ട് വന്ന പോലീസ് ഇൻസ്പെക്ടറും സേതുമാധവനെ കുറ്റവാളിയായിട്ട് കാണുകയും താക്കീത് നൽകുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഒരു ഗുണ്ടയായിട്ട് പ്രവർത്തിക്കുകയും കാലക്രമേണ ഈ മനസ്സിനേറ്റ മുറിവ് സേതുമാധവനെ ഒരു കൊടും കുറ്റവാളിയാക്കി വീണ്ടും മാറ്റുകയാണ്. അങ്ങനെ ഒടുവിൽ കീരിക്കാടൻ ജോസിൻ്റെ മകൻ, അതായത് കീരിക്കാടൻ ജോസിൻ്റെ അനുജനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സേതുമാധവനെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി കഥ അവസാനിക്കുന്നു.